ആ കോടതി വിധി ഇന്ത്യ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ തീരുമാനിക്കും, അല്ലാതെ കണ്ടെടുത്ത കോടതി അത് തീരുമാനിക്കേണ്ട എന്ന് നട്ടലോടുകൂടി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഈ ഇൻഡസ് വാലി ട്രീറ്റി, അതായത് സിന്ധു നദീജല കരാറിൽ അന്താരാഷ്ട്ര കോടതിയുടെ അധികാര പരിധി ഇന്ത്യ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന പശ്ചിമ നദികളിലെ, അതായത് ചിനാബ്, ധലം, സിന്ധു എന്നിങ്ങനെയുള്ള 3 നദികളിലെ പുതിയ റൺ ഓഫ് റിവർ ജലവൈദ്യുത പദ്ധതികളുടെ രൂപകൽപ്പന മാനദണ്ഡങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര കോടതിയുടെ ഒരു വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് പാടില്ല എന്ന രീതിയിലാണ് കോടതി പറഞ്ഞത്. ഇത് ഹേഗിലെ ഒരു കോടതിയാണ്. ഈ കോടതിയുടെ വിധിയെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു. എന്നാൽ ഇന്ത്യ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നിർത്തിവെച്ച സിന്ധു നദീജല ഉടമ്പടി സംബന്ധിച്ച നിലപാട് ഇത് തെളിയിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും പാകിസ്ഥാന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗത്തിനായി പശ്ചിമ നദികളിലെ വെള്ളം ഇന്ത്യ ഒഴുക്കാൻ അനുവദിക്കണമെന്ന് വിധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥിരം കോടതി ഓഫ് ആട്രിബ്യൂഷനെ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. പകരം ഇന്ത്യ നിഷ്പക്ഷ വിദഗ്ധ സംവിധാനത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലവൈദ്യുത നിലയങ്ങളുടെ ഉൽപ്പാദനത്തിനുള്ള നിർദ്ദിഷ്ട ഒഴിവാക്കലുകൾ ഇന്ത്യ ആദർശ അല്ലെങ്കിൽ മികച്ച സമ്പ്രദായങ്ങൾ എന്ന സമീപനത്തിനായി കണക്കാക്കുന്നതിന് പകരം കരാറിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യകതകൾക്ക് കർശനമായ അനുസൃതമായിരിക്കണം. പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് തിങ്കളാഴ്ച ഇങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും ബുധനാഴ്ച ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുണ്ടെങ്കിലും ജമ്മു കശ്മീരിലെ കിഷൻഗംഗ, റാറ്റിൽ പദ്ധതികളെ ചൊല്ലിയുള്ള ദീർഘകാല തർക്കങ്ങൾക്കിടയിൽ ഇൻഡസ് വാലി ട്രീറ്റി പരിഷ്കരണം നേരത്തെ അറിയിച്ചിരുന്നതായി വൃത്തങ്ങൾ ഓർമ്മിപ്പിച്ചു. ഒരേ വിഷയത്തിൽ നിഷ്പക്ഷ വിദഗ്ധ സംവിധാനവും പാകിസ്ഥാന്റെ നിർബന്ധപ്രകാരം കോടതി ഓഫ് ആട്രിബ്യൂഷനും ഒരേ സമയം സജീവമാകാനുള്ള ലോകബാങ്കിന്റെ തീരുമാനത്തെ ഇന്ത്യ അംഗീകരിച്ചുമില്ല. കരാറിലെ തർക്കപരിഹാര പ്രക്രിയ പുനഃപരിശോധിക്കാൻ അവർ ശ്രമിച്ചതിനൊരു കാരണമുണ്ട്. സമകാലിക നടപടികൾ പ്രായോഗികവും നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുവെന്ന ഇന്ത്യയുടെ ആശങ്കകൾ അംഗീകരിച്ചിട്ടും 2022 ഒക്ടോബറിൽ ലോകബാങ്ക് ഒരു നിഷ്പക്ഷ വിദഗ്ധനെ ഈ ആട്രിബ്യൂഷൻ കോടതിയിൽ നിയമിക്കുകയായിരുന്നു. തിങ്കളാഴ്ചത്തെ വിധിയെ തുടർന്ന് പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേൾഡ് ട്രേഡ് ലൈൻ നടപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. കൂടാതെ അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ഇന്ത്യയോട് പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുന്നതുവരെ അന്താരാഷ്ട്ര വേൾഡ് ട്രേഡ് ലൈൻ നിർത്തിവെക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് ഇന്ത്യയും തിരിച്ചടിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.